വിയറ്റ്നാമിലെ ഹാലോങ് ബേ പ്രകൃതിദത്ത ലോകാത്ഭുതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഒരു ഉൾക്കടലാണ്. പരിസ്ഥിതി, സാംസ്കാരിക പ്രാധാന്യങ്ങൾ കണക്കിലെടുത്ത് ഉൾക്കടലിനെ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹാലോങ് ഉൾക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ലോകപ്രസിദ്ധ ടൂറിസ്റ്റ് നഗരമാണ് ഹാലോങ് സിറ്റി. ദശലക്ഷക്കണക്കിന് സഞ്ചാരികൾ വർഷം തോറും എത്തുന്നയിടം. ഹാലോങ് ഉൾക്കടലാണ് ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണം. മോണോലിത്തിക് ലൈംസ്റ്റോൺ ശിലകളുടെ നിര ഇവിടെ സന്ദർശകരെ ആശ്ചര്യപ്പെടുത്തുന്ന കാഴ്ചയാണ്. നൈറ്റ് ലൈഫും ഷോപ്പിംഗും എല്ലാമായി നഗരത്തിലും ടൂറിസം വളരെ സജീവമാണ്. ക്ഷേത്രങ്ങളും മൊണാസ്റ്ററികളും അടക്കമുള്ള ആത്മീയ കേന്ദ്രങ്ങളാണ് മറ്റൊരു കാഴ്ച. പോകാം ഹാലോങ്ങിന്റെ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ഹാലോങ് നഗരത്തിലെ പ്രധാനപ്പെട്ട 8 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം ഹാലോങ് ബേ, തുടർന്ന് സുങ് സോട്ട് കേവ്, അടുത്തതായി ടീ ടോപ്പ് ഐലൻഡ്, പിന്നെ തിയൻ കുങ് കേവ്, തുടർന്ന് തുവാൻ ചാവ് ഐലൻഡ്. അവിടെ നിന്നും സൺവേൽഡ് ഹാലോങ് കോംപ്ലക്സ്, അടുത്തതായി ലോങ് തിയൻ പഗോഡ ആൻഡ് ക്വാങ് നിൻ മ്യൂസിയം, അവസാനമായി കായ് ബൗ പഗോഡ. നമുക്ക് ആദ്യം ഹാലോങ് ബേയിലേക്ക് പോകാം. പ്രകൃതി ഒരുക്കിയിട്ടുള്ള ഒരു മഹാത്ഭുതത്തിന്റെ കാഴ്ചകളിലേക്ക്. ലൈംസ്റ്റോൺ മോണോലിത്തിക് ഐലൻഡുകളാണ് ഹാലോങ് ഉൾക്കടലിനെ സവിശേഷമാക്കുന്ന ഘടകം. വെള്ളത്തിൽ കുത്തി നിർത്തിയ ഏകശിലകൾ പോലെ ഇവ ജലപ്പരപ്പിൽ ഉയർന്നു നിൽക്കുന്നു. വെള്ളത്തിലും കരയിലുമായി നിരവധി ആക്ടിവിറ്റികൾ ഹാലോങ് ബേയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും അധികം ആളുകൾ ഏർപ്പെടുന്ന വിനോദം ഉൾക്കടലിലൂടെയുള്ള ബോട്ടിംഗ് ആണ്. വമ്പൻ ലൈംസ്റ്റോൺ ഐലൻഡുകൾക്കിടയിലൂടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ജലയാനത്തിൽ സഞ്ചരിക്കാം. പലതരം പാക്കേജുകൾ ബോട്ടിങ്ങിന് ലഭ്യമാണ്. നാടൻ വള്ളങ്ങളായ ജങ്ക് ബോട്ടുകൾ മുതൽ പല നിലകളിലായി നിരവധി മുറികളുള്ള ക്രൂസ് ബോട്ടുകൾ വരെ ഇവിടെയുണ്ട്. അതുപോലെ ഉൾക്കടലിൽ ചിലവിടുന്ന സമയത്തിലും വ്യത്യാസമുണ്ട്. 4 മണിക്കൂർ വരെ നീളുന്ന ചെറുയാത്രകൾ രാവിലെയും ഉച്ച കഴിഞ്ഞുമാണ് ആരംഭിക്കുക. കൂടുതൽ യാത്രികരും ഈ പാക്കേജിൽ ഹാലോങ് ബേ ചുറ്റിക്കാണുന്നു. ഉൾക്കടലിലൂടെയുള്ള യാത്രയ്ക്കൊപ്പം ചില പ്രധാന ഡെസ്റ്റിനേഷനുകളും കൂടി സന്ദർശിക്കണം. 2 കോഴികൾ തമ്മിൽ ചുംബിക്കും പോലെ തോന്നിക്കുന്ന കിസിംഗ് ചിക്കൻ റോക്സ് ആണ് അതിലൊന്ന്. ജലപ്പരപ്പിൽ ഉയർന്നു നിൽക്കുന്ന 2 ലൈംസ്റ്റോൺ ശിലകളാണിവ. ഹാലോങ് ബേയിലെ രസകരമായൊരു ആക്ടിവിറ്റി ബാംബു ബോട്ട് റൈഡാണ്. മുളകൊണ്ട് നിർമ്മിച്ച വള്ളത്തിലുള്ള യാത്രയാണിത്. റോക്ക് ഐലൻഡുകളുടെ അടിഭാഗത്തുള്ള ഗുഹകൾ സന്ദർശിക്കാമെന്നതാണ് ബാംബു ബോട്ട് റൈഡിന്റെ സവിശേഷത. അതോടൊപ്പം കയാക്കിങ്ങിനും സൗകര്യമുണ്ട്. ഇതുകൂടാതെ നിരവധി അഡ്വഞ്ചർ ആക്ടിവിറ്റികളും ഹാലോങ് ബേയിൽ സജ്ജമാണ്. റോക്ക് ക്ലൈംബിംഗ് ആണ് അതിലൊന്ന്. മറ്റൊന്ന് കേവിംഗ്.
ലൈംസ്റ്റോൺ നിർമ്മിതമായ പാറക്കെട്ടുകളിലെ ഗുഹകൾക്കുള്ളിലേക്ക് അതിസാഹസികമായി കടന്നു ചെല്ലാനാകും. പാറയുടെ സഞ്ചാരയോഗ്യമായ ചരിവുകളിലൂടെയുള്ള ട്രെക്കിങ്ങും ഇവിടെ ഏർപ്പെടാനാകുന്ന ആക്ടിവിറ്റിയാണ്. പലതരം മൃഗങ്ങളുടെയും പക്ഷികളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് ഈ ഐലൻഡുകൾ. ഹാലോങ് ബേ യാത്രക്കിടയിൽ പ്രസിദ്ധമായ ഫ്ലോട്ടിംഗ് വില്ലേജുകളും സന്ദർശിക്കാം. ജലനിരപ്പിൽ നിന്നും ഉയർത്തി നിർമ്മിച്ചിട്ടുള്ള വീടുകളാണ് ഫ്ലോട്ടിംഗ് വില്ലേജുകളുടെ സവിശേഷത. ഇനി കാണേണ്ടത് ലൈംസ്റ്റോൺ പാറക്കെട്ടിൽ രൂപം കൊണ്ട സുങ് സോട്ട് കേവാണ്. സർപ്രൈസ് കേവ് എന്നും സുങ് സോട്ട് കേവ് അറിയപ്പെടുന്നുണ്ട്. ബോഹോൺ ദ്വീപിലാണ് സുങ് സോട്ട് കേവ് സ്ഥിതി ചെയ്യുന്നത്. തിരഞ്ഞെടുക്കുന്ന പാക്കേജ് അനുസരിച്ച് ഈ ഡെസ്റ്റിനേഷനും ഹാലോങ് ടൂറിൽ ഉൾപ്പെടും. ഹാലോങ് ഉൾക്കടലിൽ നിർബന്ധമായും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണിവിടം. ഉൾക്കടലിലൂടെ സഞ്ചരിച്ച് ദ്വീപിലിറങ്ങി മലയുടെ ചരിവിലെ പാറക്കെട്ടിലൂടെ നടന്നു വേണം മുകളിലെത്താൻ. പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി സുന്ദരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടാണ് ഈ യാത്ര. മുകളിലെത്തി ഗുഹയുടെ ചെറു കവാടം കടക്കുമ്പോൾ ഹാൾ പോലെയുള്ള ഭീമൻ ഉൾവശം കാണാനാകും. ഈ വലിപ്പമാണ് സുങ് സോട്ട് കേവിന്റെ പ്രധാന സവിശേഷത. ധാരാളം ഫോർമേഷനുകൾ ഗുഹയുടെ ഉള്ളിലായി തറയിലും ഭിത്തികളിലും മേൽക്കൂരയിലുമൊക്കെയുമുണ്ട്. ഭാവനയ്ക്കനുസരിച്ച് പല പേരുകളും ഇവയ്ക്ക് നൽകിയിട്ടുമുണ്ട്. ഒരു ഗൈഡിനൊപ്പം സഞ്ചരിച്ചാൽ ഈ വിശദാംശങ്ങളെല്ലാം കൃത്യമായി അറിയാനാകും. ഇനി കാണേണ്ടത് ടീ ടോപ്പ് ഐലൻഡ് ആണ്. ടിറ്റോവ് ഐലൻഡ് എന്നും ഇവിടം അറിയപ്പെടുന്നു. ഭംഗിയുള്ള ഒരു ബീച്ചും പാറക്കെട്ടിന്റെ മുകളിലെ വ്യൂ പോയിന്റുമാണ് ഈ ദ്വീപിലെ പ്രധാന അട്രാക്ഷനുകൾ. ചന്ദ്രക്കല ആകൃതിയിലുള്ള ബീച്ച് ചെറുതെങ്കിലും വെളുത്ത മണൽത്തരികൾ നിറഞ്ഞ ഭംഗിയുള്ള തീരമാണ്. സുരക്ഷിതമായി നീന്താൻ സൗകര്യം ഒരുക്കിയിട്ടുള്ളതിനാൽ ഇവിടെ കുട്ടികൾക്കടക്കം ജലകേളികളിൽ ഏർപ്പെടാനാകും. കയാക്കിംഗ് ആണ് ദ്വീപിൽ സഞ്ചാരികൾ ആസ്വദിക്കുന്ന മറ്റൊരു ജലവിനോദം. മോണോലിഥിക് ഐലൻഡുകൾ ഉയർന്നു നിൽക്കുന്ന ഉൾക്കടൽ പരപ്പിലൂടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് കയാക്കിൽ തുഴഞ്ഞു നടക്കാം. ദ്വീപിലെത്തുമ്പോൾ സോവിയറ്റ് കോസ്മോനട്ടായിരുന്ന ടിറ്റോവിന്റെ ഒരു പ്രതിമ കണ്ണിൽപ്പെടും. ടിറ്റോവ് വിയറ്റ്നാം സന്ദർശിച്ച വേളയിൽ അന്നത്തെ രാഷ്ട്രത്തലവൻ ഹോ ചി മിനൊപ്പം ദ്വീപിലെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായാണ് ടീ ടോപ്പ് എന്ന് ദ്വീപിനെ പുനർനാമകരണം ചെയ്തത്. ടീ ടോപ്പിലെ നമ്മുടെ അടുത്ത ലക്ഷ്യം മലമുകളിലെ വ്യൂ പോയിന്റാണ്. പാറയുടെ ചരിവിലെ 400ഓളം പടിക്കെട്ടുകൾ കയറി വേണം മുകളിലെത്താൻ. രസകരമെങ്കിലും അല്പം ശാരീരിക അധ്വാനം വേണ്ട കയറ്റമാണിത്. പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിയുടെയും ഉൾക്കടലിന്റെയും കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള യാത്ര രസകരം തന്നെയായിരിക്കും. ഏറ്റവും മുകളിലെത്തുമ്പോൾ ഹാലോങ് ബേയുടെ അതിഗംഭീരമായ 360 ഡിഗ്രി ദൃശ്യങ്ങളും കൺമുന്നിലേക്കെത്തും. കണ്ണെത്താൻ ദൂരത്തോളം ലൈംസ്റ്റോൺ പാറക്കെട്ടുകൾ ഉയർന്നു നിൽക്കുന്ന മരതക പച്ച നിറമുള്ള ജലാശയത്തിന്റെ ഈ ദൃശ്യം ഒരുപക്ഷെ ഈ യാത്രയിൽ നിങ്ങൾ കാണുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നായിരിക്കും. സൂര്യോദയത്തിലെയും അസ്തമയത്തിലെയും നിറങ്ങളുടെ മേളനം കൂടിയാകുമ്പോൾ ഈ ദൃശ്യങ്ങൾ അത്യപൂർവ അനുഭവമായിരിക്കും. ഇനി സന്ദർശിക്കേണ്ട ഒരു പ്രധാന ഡെസ്റ്റിനേഷനാണ് തിയേൻ കുങ് കേവ്.
ലൈംസ്റ്റോൺ പാറക്കെട്ടിൽ രൂപം കൊണ്ടിട്ടുള്ള ബൃഹത്തായ ഗുഹയാണിത്. ഈ ഗുഹ കണ്ടെത്തിയതും വികസിപ്പിച്ചതും അടുത്ത കാലത്താണ്. ഇന്ന് ഹാലോങ് ബേയിലെ ഏറ്റവും വേറിട്ട കാഴ്ചകളിലൊന്നായി തിയൻ കുങ് കേവ് മാറിയിട്ടുണ്ട്. തീരത്ത് ബോട്ടിൽ നിന്നിറങ്ങി അല്പം മല കയറിയാൽ ഗുഹയ്ക്കരികിലെത്താം. വള്ളിപ്പടർപ്പുകൾ വകഞ്ഞൊരുക്കി നിർമ്മിച്ചിട്ടുള്ള വഴിയിലൂടെയുള്ള നടത്തം അതീവ രസകരമാണ്. മോണോലിത്തിക് ഐലൻഡുകളുടെ ഭൂമിശാസ്ത്രവും ഇതിലൂടെ നടക്കുമ്പോൾ മനസ്സിലാക്കാനാകും. പാറക്കെട്ടിന്റെ ചരിവിലൂടെയുള്ള വഴി അവസാനിക്കുന്നത് ഒരു ഇടുങ്ങിയ കവാടത്തിന് മുന്നിലാണ്. കവാടം കടക്കുന്നതോടെ വിശാലമായ ഗുഹയുടെ ദൃശ്യം കൺമുന്നിലേക്ക് വരും. ലൈംസ്റ്റോൺ ഗുഹകൾ മുൻപ് കണ്ട് പരിചയമില്ലെങ്കിൽ ഈ കാഴ്ച നിങ്ങളെ അമ്പരപ്പിച്ചു കളയും. അസാധാരണവും ഭയപ്പെടുത്തുന്നതുമായ രൂപമുള്ള ഫോർമേഷനുകളാണ് ഉള്ളിലെങ്ങും. അതുകൊണ്ട് തന്നെ വിയറ്റ്നാമിലെ ജനങ്ങൾ പല ഐതിഹ്യങ്ങളും ഇതുമായി ബന്ധപ്പെടുത്തി സങ്കല്പിക്കുന്നുണ്ട്. റോക്ക് ഫോർമേഷനുകൾക്ക് വ്യാളികളോടുള്ള സാമ്യം കണക്കിലെടുത്ത് വ്യാളികളെ കേന്ദ്രമാക്കിയാണ് കഥകൾ മെനഞ്ഞിട്ടുള്ളത്. പാറക്കെട്ടിലെ വിടവുകൾക്കിടയിലൂടെ കിനിഞ്ഞിറങ്ങുന്ന ജലം ഉറഞ്ഞുകൂടിയാണ് ഇത്തരം ശിലാരൂപങ്ങൾ പിറവിയെടുക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളും ഇതിനായി വേണ്ടിവരും. ഒരു ശില്പിയുടെ കരവിരുതിൽ രൂപം കൊണ്ട ശില്പം പോലെ മനോഹരമാണ് ഫോർമേഷനുകൾ. ഇതുപോലുള്ള നൂറുകണക്കിന് ഗുഹകൾ ഹാലോങ് ബേയിലെ മോണോലിത്തിക് ഐലൻഡുകളിലുണ്ട്. അതിൽ ടൂറിസത്തിനായി ഒരുക്കിയെടുത്തിട്ടുള്ള ഗുഹകളിൽ ഒന്നാണിത്. കൗതുകമുണർത്തുന്ന ലൈംസ്റ്റോൺ ഫോർമേഷൻസ് കാണുന്നതിനൊപ്പം പ്രദേശത്തിന്റെ ഭൗമഘടനയും കൂടി ഈ ഗുഹയ്ക്കുള്ളിൽ കണ്ടു മനസ്സിലാക്കാനാകും. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഇനി നമുക്ക് തുവാൻ ചാവ് ദ്വീപിലെ കാഴ്ചകളിലേക്ക് പോകാം. ഹാലോങ് സിറ്റിയിലെ ഒരു പ്രധാന ടൂറിസം ഹബ്ബാണിത്. ടൂറിസത്തിനായി മാത്രം പ്രത്യേകം ഒരുക്കിയെടുത്തിട്ടുള്ള ദ്വീപ്. ഉൾക്കടൽ ടൂറിസത്തിന്റെ കേന്ദ്രമായതിനാൽ ഗേറ്റ്വേ ഓഫ് ഹാലോങ് ബേ എന്ന് ഈ ദ്വീപിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഉൾക്കടലിലെ വിവിധ ആക്ടിവിറ്റികൾക്കായി ഇവിടെ നിന്നും പാക്കേജുകൾ തെരഞ്ഞെടുക്കാനും യാത്ര ചെയ്യാനും കഴിയും. ദ്വീപിലെ ഇന്റർനാഷണൽ മറീനയിൽ നിന്നാണ് ബേയിലേക്കുള്ള ബോട്ടുകൾ പുറപ്പെടുക. ഈ മറീന പോലും ഒരു കാഴ്ചയാണ്. നൂറുകണക്കിന് ബോട്ടുകൾ നിർത്തിയിടാൻ മറീനയിൽ സൗകര്യമുണ്ട്. ഒരു ഷോപ്പിംഗ് ഏരിയയും മറീനയോട് ചേർന്ന് പ്രവർത്തിച്ചു വരുന്നു. തുവാൻ ചാവ് ദ്വീപിലെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻ ബീച്ചുകളാണ്. അധികം ആഴമില്ലാത്തതും തിരകൾ കുറവായതുമായ ഉൾക്കടൽ തീരങ്ങളിൽ സുരക്ഷിതമായി ജലകേളികളിൽ ഏർപ്പെടാനാകും. നിരവധി വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റികളും ബീച്ചുകളിൽ ഒരുക്കിയിട്ടുണ്ട്. തീം പാർക്കുകളും തുവാൻ ചാവിൽ പലയിടങ്ങളിലായി സജ്ജമാണ്. വാട്ടർ പാർക്കുകൾ, അമ്യൂസ്മെന്റ് പാർക്കുകൾ എന്നിവയിൽ താൽപ്പര്യമുള്ളത് തെരഞ്ഞെടുക്കാം. മൃഗങ്ങളെ പ്രദർശിപ്പിക്കുകയും ആനിമൽ ഷോകൾ നടത്തുകയും ചെയ്യുന്ന പാർക്കാണ് മറ്റൊന്ന്. ദ്വീപിലെ ട്രോപ്പിക്കൽ ഭൂപ്രകൃതിയുടെ സൗന്ദര്യവും ഒരു കാണേണ്ട കാഴ്ചയാണ്. ഇതിനായി കടൽ തീരത്തുകൂടിയും കരയിലൂടെയും വാക്കിംഗ് ട്രെയിലുകൾ പണികഴിപ്പിച്ചിട്ടുണ്ട്. ഈ ട്രെയിലുകളിലൂടെ ദ്വീപിലെ മനോഹരമായ വ്യൂ പോയിന്റുകളിലേക്ക് സഞ്ചരിക്കാം.
ഹാ ലോങ് സിറ്റിയിലെ ഒരു പ്രധാന നൈറ്റ് ലൈഫ് സെന്ററാണ് തുവാൻ ചാവ്. ബീച്ചുകളിലെ എന്റർടൈൻമെന്റ് ഏരിയകൾ, മറീനയിൽ ഷോപ്പിംഗ് മാൾ എന്നിവിടങ്ങളൊക്കെ രാത്രിയിൽ ആഘോഷങ്ങൾ കൊണ്ട് സജീവമാണ്. പ്രകൃതിയുടെ കാഴ്ചകൾക്കും നഗരത്തിലെ ആഘോഷങ്ങൾക്കുമിടയിൽ ഹാ ലോങ് സിറ്റിയിൽ സന്ദർശിക്കാനാകുന്ന മറ്റൊരു ഡെസ്റ്റിനേഷനാണ് സൺവേൾഡ് ഹാ ലോങ് പാർക്ക്. കുടുംബസമേതം ഒരു ദിവസം ചിലവിടാൻ കഴിയുന്ന മികച്ച എന്റർടൈൻമെന്റ് സെന്റർ. വിവിധ പ്രായക്കാർക്ക് അനുയോജ്യമായ പലതരം അമ്യൂസ്മെന്റ് റൈഡുകളാണ് ഈ പാർക്കിന്റെ പ്രധാന ആകർഷണം. സൺവേൾഡ് ഹാ ലോങ് പാർക്കിനെ 3 വിഭാഗമായി തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഓരോ വിഭാഗവും വ്യത്യസ്തമായ അനുഭവം സന്ദർശകർക്ക് പകർന്നു നൽകുന്നു. ഡ്രാഗൺ പാർക്കാണ് അതിലൊന്ന്. ത്രസിപ്പിക്കുന്ന ഫൺ റൈഡുകൾ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഇതിൽ ഏറ്റവും ആകർഷകം റോളർ കോസ്റ്ററുകളാണ്. ഒരേ സമയം ഭയത്തിന്റെയും ആനന്ദത്തിന്റെയും ഉന്നതിയിൽ കൊണ്ടെത്തിക്കുന്ന വിനോദം. ഇതുകൂടാതെ വിവിധ തരത്തിലുള്ള 20ഓളം റൈഡുകൾ ഡ്രാഗൺ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രായം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ലഘുവായ റൈഡുകളും ഇതിൽ ഉൾപ്പെടും. ഇനിയുള്ളത് ടൈഫൂൺ എന്നു പേരുള്ള വാട്ടർ തീം പാർക്കാണ്. 12ഓളം വാട്ടർ സ്ലൈഡുകൾ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. വേവ് പൂൾ, ചിൽഡ്രൻസ് പൂൾ എന്നിങ്ങനെയുള്ള ജലാശയങ്ങൾ വേറെയും. കനത്ത ചൂട് അനുഭവപ്പെടുന്ന സമ്മർ സീസണിൽ വാട്ടർ തീം പാർക്കിൽ തിരക്ക് കൂടുതലായിരിക്കും. എന്നാൽ ശൈത്യത്തിൽ പാർക്ക് അടച്ചിടുകയും ചെയ്യും. കേബിൾ കാർ ആണ് പാർക്കിലെ അടുത്ത അട്രാക്ഷൻ. അതിമനോഹരമായ നഗരത്തിന്റെയും ബേയുടെയും ആകാശ കാഴ്ചകൾ കണ്ടുകൊണ്ട് കേബിൾ കാറിൽ സാവധാനം സഞ്ചരിക്കാം. ഒരു ഫെറീസ് വീലും കേബിൾ കാർ വിഭാഗത്തിലുണ്ട്. ഹാ ലോങ് ഉൾക്കടലിന്റെ മനോഹരമായ കാഴ്ചകളാണ് ഫെറീസ് വീലിന്റെ ആകർഷണം. പരമ്പരാഗത വിയറ്റ്നാം ശൈലിയിലുള്ള രൂപകൽപ്പന പാർക്കിന്റെ എടുത്തു പറയേണ്ട സവിശേഷതയാണ്. മനോഹരമായ ഫ്രെയിമുകൾ നൽകുന്ന ഡിസൈനുകൾ ഫോട്ടോഗ്രാഫിയും രസകരമാക്കുന്നു. സൺവേൾഡ് കോംപ്ലക്സിനുള്ളിൽ ബാവോ ഹായ് ലിങ് തോങ് തു എന്ന ക്ഷേത്രവും കൂടി ഉൾപ്പെടുന്നുണ്ട്. പാർക്കിനോട് ചേർന്നുള്ള കുന്നിൻ മുകളിലാണ് ക്ഷേത്രത്തിന്റെ സ്ഥാനം. ജാപ്പനീസ് ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള ഗാർഡൻ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ചെടികളും കുളങ്ങളും ചുവന്ന പാലങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് ക്ഷേത്രത്തെ ഒരു ഫോട്ടോ സ്പോട്ടാക്കി മാറ്റുന്നു. കുന്നിൻ മുകളിൽ ഗ്രാനൈറ്റിൽ നിർമ്മിച്ചിട്ടുള്ള പഗോഡ ശൈലിയിലുള്ള ക്ഷേത്ര മന്ദിരവും കൂടി ഇവിടെ സന്ദർശിക്കേണ്ടതുണ്ട്. അടുത്തത് ഒരു ബുദ്ധമത കേന്ദ്രമാണ്. ലോങ് തിയേൻ പഗോഡ. ഹാ ലോങ് സിറ്റിയുടെ ആത്മീയ കേന്ദ്രമെന്ന് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കാനാകും. ബായ്തോ കുന്നിന്റെ അടിവാരത്തുള്ള പ്രകൃതി രമണീയമായ സ്ഥാനമെന്നതാണ് മറ്റൊരു സവിശേഷത. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ കൂടാതെ ധാരാളം ടൂറിസ്റ്റുകളും ലോങ് തിയേൻ പഗോഡ കാണാനെത്തുന്നുണ്ട്. വിയറ്റ്നാമിലെ ബുദ്ധമത ആചാര അനുഷ്ഠാനങ്ങൾ ക്ഷേത്രത്തിൽ കണ്ടു മനസ്സിലാക്കാനാകും. പ്രാദേശികമായ പലതരം ആരാധനാ രീതികളും ഇതിൽ ഉൾപ്പെടും. പ്രാർത്ഥന നടത്തുന്നതിലും നിവേദ്യങ്ങൾ സമർപ്പിക്കുന്നതിലുമെല്ലാം വ്യത്യസ്തതകൾ നിലനിൽക്കുന്നു. ബുദ്ധസന്യാസിമാർ ചേർന്ന് മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥന ഇവിടെ കാണേണ്ട കാഴ്ചയാണ്.
ഇനിയുള്ളത് പഗോഡയുടെ ആർക്കിടെക്ചറാണ്. പരമ്പരാഗത വിയറ്റ്നാമീസ് ശൈലിയിൽ 2 തട്ടായുള്ള മേൽക്കൂരയോടെ നിർമ്മിച്ചിട്ടുള്ള മനോഹര നിർമ്മിതി. ഉള്ളിലേക്ക് കടന്നാൽ സ്വർണ്ണവർണ്ണം പൂശിയ പ്രതിഷ്ഠകളും നിറപ്പകിട്ടാർന്ന പശ്ചാത്തലം സൃഷ്ടിക്കുന്ന തോരണങ്ങളും അലങ്കാരങ്ങളും നയനാനന്ദകരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നു. ഇനി കാണേണ്ടത് ഒരു മ്യൂസിയമാണ്. ക്വാങ് നിൻ മ്യൂസിയം. ഹാലോങ് നഗരം സ്ഥിതി ചെയ്യുന്ന പ്രവിശ്യയായ ക്വാങ് നിന്നിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഉൾപ്പെടുത്തിയൊരുക്കിയിട്ടുള്ള പ്രദർശനം. കൽക്കരി ഖനനത്തിന് പ്രസിദ്ധമായിരുന്ന പ്രവിശ്യയുടെ ഖനന ചരിത്രം മ്യൂസിയത്തിലെ പ്രധാന വിഷയമാണ്. കൂടാതെ ജൈവ വൈവിധ്യം, ഉൾക്കടലിലെ ജല ആവാസ വ്യവസ്ഥ എന്നിവയുടെ സവിശേഷതകളും ഇവിടെ നിന്ന് മനസ്സിലാക്കാനാകും. വിപുലമായൊരു ചരിത്ര വിഭാഗം മ്യൂസിയത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 30,000-ഓളം പുരാവസ്തുക്കൾ ഈ വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അത്യാധുനിക ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള മ്യൂസിയം മന്ദിരമാണ് വേറിട്ട മറ്റൊരു കാഴ്ച. കൽക്കരിയുടെ കറുപ്പാണ് മന്ദിരത്തിന് തീമായി സ്വീകരിച്ചിട്ടുള്ളത്. അവസാനമായി ഒരു ബുദ്ധമത കേന്ദ്രം കാണാൻ പോകാം. കായി ബൗ പഗോഡ. ക്ഷേത്രവും സന്യാസിമാർ താമസിക്കുന്ന മൊണാസ്റ്ററിയും ഉൾപ്പെടുന്ന സമുച്ചയമാണിത്. ഉൾക്കടലിനോട് അഭിമുഖമായുള്ള ഒരു കുന്നിൻ ചെരുവിൽ കോംപ്ലക്സിന്റെ ഭാഗമായി നിർമ്മിതികൾ സ്ഥിതി ചെയ്യുന്നു. പ്രകൃതി സുന്ദരമായ പശ്ചാത്തലത്തിൽ പഗോഡ മനോഹരമായ കാഴ്ചയായി മാറുന്നുണ്ട്. പൂച്ചെടികൾ നട്ടും ഇരിപ്പിടങ്ങൾ സ്ഥാപിച്ചും സജ്ജീകരിച്ചിട്ടുള്ള ഒരു ഉദ്യാനം മലയുടെ അടിവാരത്ത് കാണാം. മൊണാസ്റ്ററിയുടെയും ഉൾക്കടലിന്റെയും കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് രസകരമായ ഒരനുഭവമാണ്. ഇനിയുള്ളത് മൊണാസ്റ്ററിയിലെ നിർമ്മിതികളാണ്. പരമ്പരാഗത വിയറ്റ്നാമീസ് ശൈലിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള കെട്ടിടങ്ങൾ. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം പല തട്ടുകളായി തിരിച്ച് നിർമ്മിച്ച മേൽക്കൂരയോടുകൂടിയ പ്രധാന ഹാളാണ്. പ്രാർത്ഥനാ സമയത്തൊഴികെ മൊണാസ്റ്ററിയിലെ ആരാധനാ സ്ഥാനങ്ങളിലെല്ലാം സന്ദർശകർക്ക് പ്രവേശിക്കാനാകും. വിയറ്റ്നാമിലെ ഹാലോങ് നഗരത്തിലെ കാഴ്ചകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു വന്നത്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ പ്രദേശം വിയറ്റ്നാമിന്റെ പ്രധാന സാംസ്കാരിക സാമ്പത്തിക സമ്പത്തുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. പ്രകൃതി സൗന്ദര്യവും അപൂർവമായ ചുണ്ണാമ്പുകല്ല് ദ്വീപുകളും കൊണ്ട് ലോക പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇവിടം.